ആനിമൽ രചന സൂര്യകാന്തി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. നിരഞ്ജന അമ്മയും ഭക്ഷണം കഴിക്കാൻ ഇരിപ്പുണ്ട്. സാധാരണ അവർ കഴിച്ച് നിൽക്കുമ്പോഴാണ് ധന്യ എന്തെങ്കിലും കഴിക്കാറുള്ളത്. ഏട്ടന് നീൾവെട്ടത്ത് പോലും അധികം വരാതിരിക്കാൻ ധന്യ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. അന്ന് വന്നപാടെ 2 ദിവസങ്ങൾ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ ധന്യ അതിനുപോലും ശ്രമിക്കാറില്ല. അവൻ തന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നതിന് വലിയൊരു കാര്യമെന്നൊരു മട്ടാണ് അവൾക്ക്. അന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ മാറി നിൽക്കുകയായിരുന്നു ധന്യ. ധന്യ കൂടി അങ്ങിരുന്ന എനിക്ക് വേഗത്തിൽ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് പോവായിരുന്നു. പാറു മാറി നിൽക്കുന്ന ധന്യെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഇടം കണ്ടിട്ട് നിരഞ്ജനെ അങ്ങ് നോക്കി. മുഖമുയർത്തി നോക്കിയില്ലെങ്കിലും അവൻ കഴിക്കുന്ന നിർത്തി പ്ലേറ്റിൽ വട്ടം വരച്ചിരിക്കുന്ന പാറു ശ്രദ്ധിച്ചു. തന്റെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സാരം. ജാനകി അമ്മയും ധന്യയും ഒരുപോലെ നിരഞ്ജനെ നോക്കി. ധന്യ അടുത്തിരുന്നിരുന്നാൽ അവൻ കഴിക്കാതെ എഴുന്നേറ്റ് പോയാലോ എന്നൊരു ഭയം ജാനകി അമ്മയ്ക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു. നിരഞ്ജനൊന്നും പറയുന്നില്ലെന്ന് കാണേ ധന്യ ഒരു നെടുവീർപ്പോടെ പാറുവിന് നേരെ തിരിഞ്ഞു. പാറുവിന് പോണെങ്കിൽ പോയിക്കോളും, ബാക്കിയുള്ള പണികൾ ഞാൻ ചെയ്യും. ധന്യ പറഞ്ഞു പൂർത്തീകരിക്കും മുന്നേ നിരഞ്ജൻ തന്റെ അരിയുള്ള കസേര ഒരു കൈകൊണ്ട് നിരക്കി വലിച്ചിട്ടിരുന്നു. ധന്യ അത്ഭുതത്തോടെ അവനെ നോക്കി. പക്ഷെ അവൻ ധന്യയെ ശ്രദ്ധിക്കാതെ ആഹാരം കഴിക്കുന്നു തുടർന്നു. പാറു കണ്ണുകൾ കൊണ്ട് ധന്യയോട് നിരഞ്ജനടുത്ത് പോയിരിക്കാൻ പറഞ്ഞു. ധന്യ മടിച്ച് അവിടെ പോയിരുന്നു. ജാനകിയമ്മ ആൾക്കുള്ള ഭക്ഷണം കൂടെ വിളമ്പിക്കൊടുത്തു. നിരഞ്ജന്റെ ഒപ്പം ഇരുന്നത് കഴിക്കുമ്പോൾ ധന്യയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ധന്യ ചുവന്ന് കലങ്ങിയ മിഴികൾ ഉയർത്തി പാറുവിനെയും നോക്കി. ചുണ്ടുകൾ മാത്രം അനക്കി ശബ്ദം പുറത്ത് കേൾക്കാതെ അവളോട് നന്ദി പറഞ്ഞു. പാറു മറുപടിയായി കണ്ണി ചിമ്മിയൊന്ന് ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് ധന്യയും പാറുവും നല്ല കൂട്ടായി തുടങ്ങി. ഒരുമിച്ചെന്ന് ഭക്ഷണം ഉണ്ടാക്കുകയും അവർ തമ്മിൽ കളി തമാശകൾ പറയുകയും എല്ലാം സ്ഥിരമായി. ഇടക്ക് ജയനിനെ തിരികെ വന്നാൽ അവൻ ഒതുക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളൊരു ചർച്ചയടക്കം രണ്ടാളും കൂടെ നടത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ ജയനെ പറ്റി പറയുമ്പോൾ മാത്രം ധന്യക്കൊരു സങ്കടമാണ്. തന്നെ ഇത്രയേറെ ദ്രോഹിച്ചിട്ടും ധന്യ ഇപ്പോഴും ജയനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പാറുവിന് തോന്നി. മരമണ്ടി. പാറു ഉള്ളിൽ അതോർത്തിച്ചിരിക്കുകയും ചെയ്തു. പിന്നെ അവളേക്കാൾ വലിയ കരിപ്പന്റെ കാന്താരി താനായിരുന്നല്ലോ എന്നോർക്കെ അവൾക്ക് ചിരി വരും. ജിതിനെ അത്രമേൽ ഉപദ്രവിച്ചിട്ടും അതെല്ലാം ജിതിനേട്ടന് തന്നോടുള്ള കെയറിംഗ് കൊണ്ടാണെന്ന് വിശ്വസിച്ച തന്റെ പൂർവ്വകാലം ഓർക്കെ പാറുവിന് ഉയരത്തിൽ നിന്ന് എവിടെന്നെങ്കിലും എടുത്തിയാടാൻ തോന്നിപ്പോവും. എടാ, ധൈര്യം തെളിയിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഇതിപ്പോ നാശത്തിലേക്കാ നെവിനെ നിന്റെ പോക്ക്. അജു താക്കിയതോടെ നെവിനെ നോക്കി. ഒന്നും മിണ്ടാ കൂടവാ ചെറുക്ക. അമ്മയുടെ സാരി തുമ്പി പിടിച്ചടക്കുന്ന ഒരു ചെറുക്കൻ അത്രയെ പാറുവിനെ കണക്കാക്കിയിട്ടുള്ളൂ. അത് അങ്ങനെയെല്ലാം തിരുത്തി കൊടുക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യം കൂടിയാ. നെവിൻ ആ ചായക്കടക്ക് അരികവശം ബൈക്ക് ഒതുക്കി. നീയോട് നിൽക്ക്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറ. നെവിൻ അജുവിനോട് പറഞ്ഞുകൊണ്ട് പുറകുവശത്തൂടെ നടന്നു. സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. പക്ഷെ അന്നേരവും പാറുവും പക്രവും കാർത്തു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നേക്ക് 4 ദിവസമായി തുടങ്ങിയ സൂപ്പർമാന്റെ കഥയാണ് ഇതുവരെ തീർന്നിട്ടില്ല. കാർത്തുവിന്റെ കഥ പറച്ചിൽ ഒടുക്കം അടുത്തു തുടങ്ങിയപ്പോൾ പാറു എഴുന്നേറ്റ് പോയി. പക്രുവിനെ ഇപ്പോഴും അവൾ വിടാതെ പിടിച്ചിരുത്തി കഥ കേൾപ്പിക്കുന്നുണ്ട്. പാറുവിന് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒരിത്തിരി വെള്ളമെടുത്ത് കുടിച്ചിട്ട് വന്ന് കിടക്കാമെന്ന് കരുതിയാണ് പാറു അടുക്കള വശത്തേക്ക് വന്നത്. വെപ്പുപുര മുഴുവൻ ഓല വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ നിറച്ചു വെച്ച കുടത്തിൽ നിന്ന് ഒരൽപ്പം കുടിവെള്ളം എടുത്ത് കുടിക്കുന്നിടയിൽ ആ വെപ്പുപുരക്കപ്പുറം ഒരു നിഴലനങ്ങുന്ന പോലെ പാറുവിന് തോന്നി. പാറുവിന്റെ കണ്ണുകളും കാതുകളും ഞൊടിയിടയിൽ അങ്ങോട്ട് ചലിച്ചു. ആരാ? പാറു ശബ്ദമുയർത്തി ചോദിച്ചു. ഇപ്രാവശ്യം ജനാലക്കരികിലൂടെ ഒരു നിഴൽ പായിന്ന് അവൾ വ്യക്തമായി കണ്ടു. ഇപ്രാവശ്യം തോന്നിയതല്ലെന്ന് അവൾ ഉറപ്പിച്ചു. പാറു ധൈര്യം സംഭരിച്ച് അതിന്റെ വാതിലും നീക്കി. തൊട്ടടുത്ത നിമിഷം കാറ്റുപോലെ നെവിനകത്തേക്ക് കയറിയിരുന്നു. പാറു ആ ഇരുട്ടത്ത് ആളെ അറിയാതെ ഭയപ്പെട്ടു പോയി. ആൾ ഉറക്കി അലറാൻ നോക്കവേ അവനോടെ വാകൂടെ മൂടിക്കഴിഞ്ഞിരുന്നു. ഈ രാത്രി ഇവിടെ ഇങ്ങനെ തനിച്ച് കയറാൻ പറ്റിയെങ്കിൽ നീ പറഞ്ഞ ആ ധൈര്യം എനിക്ക് സ്വല്പം കൂടുതലാണെന്ന് കരുതിക്കോ പാറു. നെവിൻ അവളുടെ കാതോരം പതിയെ പറഞ്ഞു. പാറു നെവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ആൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെയായി. പാറു ഒന്ന് കുതറി നോക്കി. പക്ഷെ നെവിൻ അവളൊന്നാകെ കൂട്ടിപ്പിടിച്ചേക്കുവാണ്. ദേ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നീ എന്റെയാണ് പറയുന്നതിനൊപ്പം നെവിൻ അവളുടെ വലത്തേക്ക് അവളിൽ മുറുക്കിയെന്ന് ചുംബിച്ചിരുന്നു. ആ ഒരു നിമിഷം പാറുവിന്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പൊട്ടിപ്പോയി. അവൾ അവനെ സർവ്വശക്തി എടുത്ത് തള്ളിമാറ്റി. ഈ സമയം അന്ന് വൈകി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ നിന്നിരുന്ന അശോകനും നിരഞ്ജനും പാറുവിന്റെ ചായക്കടയുടെ അരികിലൂടെ പോകുമ്പോഴാണ് അവിടെ നിന്ന് തിരിയുന്ന അജുവിനെ കാണുന്നത്. അജുവിനെ ആദ്യം കണ്ടത് അശോകനാണ്. അന്നേരം തന്നെ പോലീസ് ജീപ്പ് ഓഫ് ചെയ്തുകൊണ്ട് അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താണ് അവിടെ? അശോകൻ ഒച്ചയെടുത്ത് അങ്ങ് ചോദിക്കവേ അജു പേടിച്ചു പോയി. വരുന്ന പോലീസാണെന്ന് കൂടെ കണ്ടതോടെ അജു ഒന്നും നോക്കാതെ ഓടാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും അശോകൻ അവന്റെ ഷർട്ടിന്റെ കോളർ പിടുത്തമിട്ടിരുന്നു. അത് നോക്കിയിരിക്കെയാണ് ആ ചായക്കടയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറത്തേക്ക് കേൾക്കുന്നത്. അതുകൂടെ കേട്ടതോടെ നിരഞ്ജൻ വെപ്രാളത്തോടെ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി. എന്താണ് കാര്യം? അശോകൻ അജുവിനെ കയ്യിൽ കിട്ടിയ വഴിയൊന്ന് പൊട്ടിച്ചുകൊണ്ടാണ് കാര്യം തിരക്കിയത്. കിട്ടിയ അടിയുടെ ചൂടുകൊണ്ടാണോ അതോ കൂട്ടുകാരനോടുള്ള ഒടുക്കത്തെ ആത്മാർത്ഥമുണ്ടാണോ എന്നറിയില്ല. അശോകന്റെ ഒരൊറ്റടിയിൽ താൻ മാത്രമല്ല എന്റെ ചങ്കു ഇതിനുള്ളിലുണ്ടെന്ന് അജു അങ്ങ് പറഞ്ഞു കളഞ്ഞു. നിരഞ്ജൻ വെപ്രാളപ്പെട്ട് ആ തടിവാതിൽ തട്ടിക്കൊണ്ട് നിൽക്കെ കുറച്ചകലെ നിന്ന് ആടിയാടി ദിനേശം വരുന്ന അശോകൻ കണ്ടു.
ദിനേശനെയും നിരഞ്ജനെയും മാറി മാറി നോക്കി ഉള്ളിലിരിക്കുന്ന നെവിന്റെ ജാതകം ഏകദേശം അശോകനാ നേരം കൊണ്ട് ഗണിച്ചെടുത്തിരുന്നു. എന്റെ മോൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. അവനെ കുടുംബത്തിൽ പിറന്ന, അല്ലാതെ ഇവളെ പോലെ ഊരുനാടില്ലാത്തവളല്ല. ലളിതാമ്മ നിന്ന് കത്തിക്കേറിയാണ്. നെവിനാണെങ്കിൽ രണ്ട് കവളിൽ ഓരോ കൈപ്പാടും സമ്മാനമായി മേടിച്ച് തലയും താഴ്ത്തി നിൽപ്പുണ്ട്. വഴക്കും ശബ്ദങ്ങളായപ്പോൾ ആള് കൂടിയതാണ്. അന്നേരം തന്നെ നാട്ടുകാരിൽ ആരോ പോയി ലളിതാമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. നീ ഇങ്ങനെ മൂങ്ങയെ പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ മോനെ. ലളിതാമ്മ ദേഷ്യത്തോടെ നെവിനെ നോക്കി. ഞാനും പാറും തമ്മിൽ ഇഷ്ടത്തില്ല, നെവിൻ മുഖമുയർത്താതെ തന്നെ പറഞ്ഞു. എന്നാലും തൊട്ടടുത്ത് നിന്ന് തീ പോലെ ജ്വലിക്കുന്നവളെ നെവിൻ ശ്രദ്ധിച്ചിരുന്നു. നിനക്ക് പ്രേമിക്കാൻ നാട്ടിൽ ഈ ദരിദ്രവാസി പെണ്ണിന് മാത്രമേ കിട്ടിയുള്ളൂടാ. ലളിതാമ്മ കലിതുള്ളി. നാട്ടിൽ എന്തോരം ചൊങ്ക ചെറുക്കന്മാരുണ്ട്, എന്നിട്ട് നിനക്ക് പ്രേമിക്കാൻ ഈ ഷൂർപ്പണക തള്ളയുടെ കിട്ടിയുള്ളൂ. ദിനേശൻ പാറുവിനെ നോക്കി കണ്ണുരുട്ടി. പാറു പല്ലിയരിച്ചു പിടിച്ച് ദിനേശന്റെ നോട്ടം നോക്കി. ഇങ്ങ് മാറിന്നോ കാർന്നവരെ, ഇല്ലെങ്കിൽ ഇച്ചേച്ചി നിങ്ങൾ നാളത്തെ കറിക്കള്ളിന്റെ കൂടെ അങ്ങ് നുറുക്കി കൂട്ടും. കാർത്തു കാർന്നവരുടെ തോളിലൂടെ കൈയിട്ടിങ്ങ് നീക്കി നിർത്തി. സാറേ, ഇതൊരു ചതിയാ. വലിയ വീട്ടിലെ ആമ്പിള്ളേരെ വലവീശി പിടിക്കാൻ ഇതേപോലെ കുറെ പെണ്ണുങ്ങളുണ്ട്. എന്റെ മോൻ ലോക പരിചയിച്ചിരി കുറവാ. അവൻ ഇവളുമാരുടെ കെടിയിൽ വീണുപോയതാ. ലളിതാമ്മ നിരഞ്ജന നോക്കിയോട് പറഞ്ഞു. അത്ര എട്ടും പൊട്ടും തിരിയാത്ത ആളൊന്നുമല്ലല്ലോ നിങ്ങളുടെ മോൻ. പിന്നെ ഇവന് ഇഷ്ടമാണെന്ന് പാർവണ പറഞ്ഞിട്ടില്ലല്ലോ. അവൾക്ക് പറയാനുള്ള അവളും പറയട്ടെ. ലളിതാമ്മയോട് ചോദിക്കുന്നതിനൊപ്പം നിരഞ്ജന്റെ കണ്ണുകൾ പാറുവിനെ ഒഴിഞ്ഞു. നിനക്ക് ഇവന് ഇഷ്ടമാണോ? നിരഞ്ജൻ പാറുവിനോട് ചോദിച്ചു. അവളല്ല എന്നൊരു ഉത്തരമേ പറയൂന്ന് അത്രമേൽ ഉറപ്പുണ്ടായി നിരഞ്ജന്. അല്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ പാറു മറുപടിയും പറഞ്ഞു. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ഒപ്പം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട് അവൾ. നിരഞ്ജൻ തലയരിച്ചുകൊണ്ട് നെവിനെ നോക്കി. പാറു വിളിച്ചിട്ട് തന്നെ ഞാൻ പോയത്, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഞാൻ കുറെ പറഞ്ഞതാ വരുന്നില്ല എന്ന്. പിന്നെ അവൾ നിർബന്ധിച്ചപ്പോ പിന്നെ ആളും ബഹളമായപ്പോ പാറുവിന് പേടിയായി കാണും. അതായിപ്പോ അവളും മാറ്റി പറയുന്നേ. നെവിൻ വിക്കി വിക്കി പറഞ്ഞു. പാറുവിന് തൊട്ടരികിൽ നിന്നിരുന്ന കാർത്ത് വെറുപ്പോടെ നെവിനെ ഒരു നോട്ടം നോക്കി. ഈ ചെറ്റയ്ക്ക് വേണ്ടിയാണല്ലോ ഇത്രയും കാലം ചേച്ചിയുടെ പിന്നാലെ വക്കാലത്തും കൊണ്ട് നടന്നിരുന്നോർക്കെ പക്രുവിനും കാർത്തുവിനും സ്വയം പുച്ഛം തോന്നി. അങ്ങനെ എല്ലാം കൂടെ തലയിൽ അങ്ങ് കെട്ടിവെച്ച് നീ അങ്ങനെ മാന്യനാവാൻ നോക്കലടാ നെവിനെ. നിരഞ്ജൻ പുച്ഛത്തോടെ അവനെ നോക്കി. പാറുവിന് നിരഞ്ജനോട് അന്നേരം അല്പം ബഹുമാനമൊക്കെ തോന്നി. തന്നെ നിരഞ്ജൻ സാറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അന്നേരം പാറുവിന്റെ ചിന്ത. എന്നാൽ നിരഞ്ജൻ മനസ്സിൽ കണ്ട് മറ്റൊന്നായിരുന്നു. മുമ്പേ ആ കടയിൽ അതിക്രമിച്ച് കയറി രണ്ട് മല്ലന്മാരെ വെട്ടിയവൾക്കാണ് ഒരുത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പേടി. നിനക്കൊന്നും പറയാനില്ലേ? നിരഞ്ജൻ പാറുവിനെ നോക്കി. ഇവൻ കടയിൽ അതിക്രമിച്ച് കയറിയതാ. അതും പോരാ, ഞാൻ ശബ്ദം വെക്കുന്ന കണ്ടപ്പോ എന്റെ ദേഹത്ത് ബലപൂർവ്വം കൈവെക്കുകയും ചെയ്തു. പാറുവണ നെവിനെ നോക്കി കണ്ണിയുരുക്കി. അവന്റെ ചുണ്ടു പതിഞ്ഞിടെ ഇപ്പോഴും അവൾക്ക് പൊള്ളുന്നുണ്ട്. ഇവ സമ്മതമില്ലാതെ എന്നെ ബാക്കി പറയാതെ അവൾ സ്വന്തം കവളിൽ കൈവച്ച് മുറുകെ തടവി. നിരഞ്ജന മുഖമൊന്ന് മുറുകി. അവൻ അന്നേരം നെവിന് മൂന്നാം മുറിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് തോന്നിയെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. പക്ഷെ അപ്പോഴേക്കും എടാ ശൂർപ്പണക്കുണ്ടായവനെ എന്ന് വിളിച്ച് കാർന്നോർ അവനിട്ടൊന്ന് പൊട്ടിച്ചിരുന്നു. അശോകൻ കാർന്നോരെ തടയാൻ ചെന്നെങ്കിലും നിരഞ്ജനൊന്നും അനങ്ങ പോലും ചെയ്തില്ല. കാർന്നോർ അന്നേരം നിരഞ്ജന് ദൈവതുല്യനായി. അത്രയും കൈത്തരിപ്പുള്ള നിൽപ്പായിരുന്നു നിരഞ്ജൻ നിന്നിരുന്നു. ഇപ്പൊ ചെറിയൊരു ആത്മസംതൃപ്തിയുള്ള ഉള്ളിൽ തോന്നുന്നുണ്ട് നിരഞ്ജന്. ഇതിപ്പോ നാട്ടുകാർ കൂടെ അറിഞ്ഞാകെ നാറ്റു കേസായ സ്ഥിതിക്ക് നിങ്ങളുടെ മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യിപ്പിക്കുന്നതാണ് നല്ല ലളിതാമേ. കൂട്ടത്തിൽ നിന്നൊരുത്ത ലളിതാമയോട് പറഞ്ഞു. പറ്റില്ല, അതൊന്നും പറ്റില്ല. ലളിതാമ്മ മറുപടി അറിയും മുമ്പേ നിരഞ്ജന്റെ സ്വരം പുറത്തിയാടി. കാർത്തു സംശയപാത്തിൽ നിരഞ്ജനെ നോക്കി. അല്ല, പാർവണിക്ക് അവനോട് അങ്ങനെ ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ നിർബന്ധിച്ച ഒരു കല്യാണത്തിനൊന്നും പറ്റില്ല, നിരഞ്ജൻ ഉറപ്പിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ആർക്ക് വേണം ഇവളെ? എന്റെ മോൻ ഇവളെ കെട്ടി അന്നേരം ഞാൻ ഇവനെ പടിയടച്ച് പിണ്ടം വെക്കും. അമ്മേ മിണ്ടത് നീ. നിനക്ക് ഇവളെ വേണോ നിന്റെ അമ്മയെ വേണോ? ഇപ്പൊ തീരുമാനിക്കാൻ നിനക്ക്. നെവിനാകെ ആശയക്കുഴപ്പത്തിലായി. പാറുവിന് അവന് വേണമെന്നുണ്ടെങ്കിലും സകല സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് അവളെ അവന് വേണ്ട. കുറെ നിമിഷങ്ങൾ എല്ലാവരും മൗനമായി നിന്നുപോയി. നീ എന്ത് തീരുമാനിച്ചു? ലളിതാമ്മ പിന്നെയും ചോദിച്ചു. ഞാൻ അമ്മയോടൊപ്പം വരാം, നെവിൻ മറ്റാരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു. എങ്കിൽ ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ വാ. ലളിതാമ്മ പുറത്തേക്ക് ഇറങ്ങി വഴിയിൽ കിടക്കുന്ന തന്റെ കാറിലേക്ക് കയറിയിരുന്നു. അപ്പൊ ഈ കേസ് ഇവിടെ വെച്ച് അങ്ങ് ഒത്തീർപ്പാക്കി. ഇനി ഇതിൽ കൂടുതൽ ആർക്കൊന്നും പറയാനില്ലല്ലോ. നിരഞ്ജൻ എല്ലാവരെയും നോക്കിയിട്ട് ചോദിച്ചു. വീട്ടിൽ സമ്മതമില്ലാതെ കയറിയതിനും ഉപദ്രവിക്കാൻ നോക്കിയതിനും എനിക്ക് പരാതിയുണ്ട്. പാറു നെവിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതങ്ങ് നീ ക്ഷമിച്ചേക്ക് തൽക്കാലം. പറ്റില്ല, എന്റെ ആത്മാഭിമാനത്തിന് വിലയില്ലേ? പാറുവിന് സങ്കടവും ദേഷ്യം ഒരുപോലെ വന്നു. ആ അതെ, ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? അവൻ തെറ്റ് ചെയ്തിട്ട് അവന് ശിക്ഷയില്ലേ? ദിനേശിനും ഓണായി. നേരത്തെ അവനെ ചാടിയടിച്ച താനല്ലേ? നിരഞ്ജൻ കാർന്നവരെ നോക്കി. ആ അത് ഞാനാ. ആ എന്നാ മിണ്ടാതെ വായടച്ചിരുന്നോ? താൻ്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നിരഞ്ജൻ കാർന്നവരെ നോക്കി കണ്ണുരുട്ടി. നെവിനപ്പൊ അമ്മയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു അല്ലേ? നീ വാ, ഒരു കൂട്ടം പറയട്ടെ ഞാൻ. നിരഞ്ജൻ നെവിന്റെ തോളിലൂടെ കൈയിട്ട് വിളിച്ചു. നീ വാ. നിരഞ്ജൻ പാറുവിനെ കൂടെ പുറത്തേക്ക് വിളിച്ചു. അവൾ തറയിൽ നോക്കി ഇടഞ്ഞു നിൽപ്പാണ്. വാടോ പറയട്ടെ. നിരഞ്ജൻ മറുകൈ കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. ആളൊഴിഞ്ഞൊരു മൂലയിലേക്ക് ഇരുവരെയും മാറ്റി നിർത്തി. നിനക്കിവൻ നേരത്തെ മുഖത്ത് തന്നെന്ന് പറഞ്ഞില്ലേ?
അതിന് പകരം നിനക്ക് എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. നിരഞ്ജൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പേ പാറു അവന്റെ കവിളിലങ്ങ് ആഞ്ഞടിച്ചിരുന്നു. നെവിൻ കിട്ടിയതും വാങ്ങിയ വണ്ടിയിൽ കയറി പോകുമ്പോഴും പാറു ദേഷ്യം കൊണ്ട് നിന്ന് കിതക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആ നെവിൻ എന്ന് പറയുന്നവൻ ജന്മന ഇത്രയും വലിയ വൈകല്യമുള്ളവനാണെന്ന് ഞാനും ഓർത്തില്ല. കാർത്ത് താടിക്ക് കയ്യും കൊടുത്തിരുന്നോണ്ട് ആലോചനയോടെ പറഞ്ഞു. വൈകല്യോ? എന്ത് വൈകല്യം? ആ അവനെ നട്ടിലിന്റെ സ്ഥാനത്ത് വാഴാൻ വേണ്ടിയല്ലേ, അതിന്റെ വലിയ വൈകല്യം അല്ലേ കാരണവരെ? ആ അത് നീ പറഞ്ഞു നേരാ, അത് വലിയൊരു വൈകല്യം തന്നെയാണ്. ഇനി അവൻ എന്റെ മുമ്പിൽ കണ്ട ഞാൻ കാറി കുറച്ച് തുപ്പും. കാർത്ത് ബാക്കി പറയുന്നതിന് മുമ്പേ പക്രുവോട് വായ പൊത്തിപ്പിടിച്ചു. അരുതബു അരുത്. പക്രുവിൽ അങ്ങനെ തലയാട്ടി. സോറി, ഒരു നിമിഷം കയ്യിൽ നിന്ന് പോയി. ഞാൻ എന്റെ വിലയും നിലയും മറക്കാൻ പാടില്ലായിരുന്നു. കാർത്തു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. നീ എന്താടി ഒന്നും മിണ്ടാത്തേ? ദിനേശൻ ഒന്നും മിണ്ടാതെ ആ മൂലയിൽ ചടഞ്ഞിരിക്കുന്ന പാറുവിനെ നോക്കി. ഒന്നുമില്ല, സകല പണി എന്റെ തലക്ക് മുകളിലാണോ എന്ന് ഓർക്കുകയായിരുന്നു. ഒരു തെറ്റും ചെയ്യാനിട്ട് പോലും പകുതിയിലേറെ കുറ്റവും നെവിൻ എന്റെ തലയിലിട്ടിട്ടല്ലേ പോയത്. പാറുവിന് സത്യം പറഞ്ഞാൽ മനസ്സും മടുത്തിരുന്നു. ഓ പോവാൻ പറയടി, നീ തീയിൽ കുരുത്തല്ലേ, ആ പൂക്കുവയിലൊന്നും തളർന്നു പോവല്ലേ കുഞ്ഞേ. ദിനേശൻ അവളെ ആശ്വസിപ്പിച്ചു. അന്നേരം അത്രയും പാറുവിന്റെ ഓർമ്മകളിൽ ജിതിനായിരുന്നു. ആ ദ്രോഹി ഇങ്ങനെ തന്നെയായിരുന്നു, എല്ലാ കുറ്റവും തന്റെ തലയിൽ വെച്ച് കെട്ടിത്തരും. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ തന്റെ ഇടവും വലവും ജിതിനുണ്ടായിരുന്നു. ചിരിക്കാനും കരയാനും ഇരിക്കാനും ഉറങ്ങാനും എന്തിന് ശ്വാസം വിടാൻ പോലും അവന്റെ സമ്മതം വേണമായിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് തന്റെ അത്ര ഭാഗ്യവതി ആരും വേറെയില്ലെന്ന് തോന്നും. അയാൾ തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു, വസ്ത്രങ്ങൾ അലക്കി തരുമായിരുന്നു, ഓരോ ചെറിയ കാര്യങ്ങളിലും തന്നെ സഹായിക്കുമായിരുന്നു. ഗർഭിണിയായിരിക്കുന്ന സമയങ്ങളിൽ നീര് വന്ന കാലുകൾ ഒഴിഞ്ഞു തരുമായിരുന്നു. ഇതെല്ലാമായിരുന്നു നാട്ടുകാർ കണ്ടിരുന്ന ഒരു വശം. മറുവശം കണ്ടത് പാറു മാത്രമാണ്. പാറു മാത്രം. അയാൾ ഭക്ഷണം ഉണ്ടാക്കിയ ദിവസങ്ങളിൽ പാറുവിനുള്ളിൽ ഒരാളിലായിരുന്നു. തനിക്ക് കഴിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ആൾ തന്റെ പ്ലേറ്റിലേക്ക് വിളമ്പും. വയറ് പൊട്ടും വരെ കഴിച്ച് അവസാനം അടുക്കുമ്പോൾ പാറു ദയനീയമായി അവൻ നോക്കി മതിയെന്ന് പറയും. അങ്ങനെ പറയല്ലേ, കഴിക്കണ്ട പാറുകുട്ടി എന്നവൻ സ്നേഹത്തോടെ പറഞ്ഞു കളയും. പിന്നെയും ചോറ് വിളമ്പിത്തരും. ഭക്ഷണം കഴുത്തറ്റം വന്ന് പാറു കണ്ണുമീഴ്ചിരുന്നു പോകും. അന്നേരം അയാൾ പതിയെ സ്വഭാവം എടുത്തു തുടങ്ങും. ഉണ്ടാക്കിയ ഭക്ഷണം അയാൾ പറയുന്ന അളവിൽ കഴിച്ചില്ലെങ്കിൽ അയാൾ പിണങ്ങും. ഒന്നില്ലെങ്കിൽ കട്ടിലിനടിയിൽ കയറി പിണങ്ങിക്കിടക്കും, അതല്ലെങ്കിൽ മേശക്കടിയിൽ കയറി ഇരിക്കും, അതുമല്ലെങ്കിൽ മുറിയിലിട്ടിരിക്കുന്ന ആ വലിയ തടിയലമാരുടെ പൊക്കത്ത് കയറി പിണങ്ങിയിരിക്കും. എന്നിട്ട് ആ അഞ്ചരിയുള്ള അലമാരുടെ പൊക്കെന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തും. എന്നിട്ട് കുഞ്ഞുങ്ങളെ പോലെ വാവിട്ട് കരയും. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ പാറു എന്നൊരു ചോദ്യം ആ കരച്ചിലിനിടയിൽ 100 വട്ടം അയാൾ ചോദിക്കും. ഇഷ്ടമാണെന്ന് പാറു പറയും. അയാൾ ചോദ്യം ആവർത്തിക്കുന്ന അത്രയും തവണ പറയും. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോടുള്ള ഇഷ്ടം തെളിയിക്കാൻ പറയും ജിതിൻ. എങ്ങനെയാ തെളിയിക്കണമെന്നറിയാ പാറു തരിച്ചു നിൽക്കുമ്പോൾ അയാളുടെ വൈകൃതങ്ങൾ മുന്നോട്ട് വെക്കും. ഒരിക്കൽ അയാൾ പറഞ്ഞ് അയാൾ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കാനാണ്. പാറുവിന് അത് അനുസരിക്കേണ്ടി വന്നു. രാത്രി അവൻ ഉണ്ടാക്കിയ ചോറ് പിറ്റേന്ന് പുലർച്ചെ വരെ ഇരുന്ന് കഴിക്കേണ്ടി വന്നു. ഒരിക്കൽ മണിക്കൂറുകളോളം അവൾക്ക് ഒറ്റക്കാലിൽ നിൽക്കേണ്ടി വന്നു, അതും 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ. ഒരിക്കലും ഇഷ്ടം തെളിയിക്കാനാവും പറഞ്ഞ് താൻ പറയുന്നവരെ നഗ്നയായി നിൽക്കാനായിരുന്നു. അതും ചെയ്യേണ്ടി വന്നു പാറുവിന്. ഇടയ്ക്കെല്ലാം വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് രാത്രിയിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എടുക്കുന്ന ശീലമുണ്ട് ജിതിന്. അന്നാണ് പാറുവിന് ഏറ്റവും വലിയ പരീക്ഷണം. അന്ന് അവൾക്ക് കാളരാത്രിയാണ്. കണ്ണ് വെട്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കണം. ഇരുന്നിടത്തുനിന്ന് നനങ്ങിയാലോ കണ്ണ് കുറച്ച് തവണ കൂടുതൽ ചിമ്മിയാലോ അവൻ അതുപോലെ പിണങ്ങിയിരിക്കും. നിനക്കെന്നെ മടുത്തല്ലേ, നിനക്കെന്റെ മുഖത്ത് നോക്കാൻ താല്പര്യമില്ലല്ലേ എന്നും ചോദിച്ച് അവനങ്ങ് തുടങ്ങും. കണ്ണ് നീറിപ്പോയിന്നവരെ പാറു ആ ദ്രോഹിയെ നോക്കി കണ്ണിമൊട്ടാതെ ഇരിക്കേണ്ടി വരും. അങ്ങനെ വൈകൃതം നിറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ അവൻ തന്നെ കൊണ്ട് ചെയ്യിച്ചു. പാറുവിന് അതൊക്കെ ആലോചിക്കവേ മനം പുരട്ടി വന്നു. ഈ നേരം ജിതിനും പാറുവിനെ പറ്റിയുള്ള ചിന്തകളിലായിരുന്നു. ജിത്തുവേട്ടന്റെ പാറുകുട്ടി, നീ എവിടെയാടി പോന്നെ? എന്റെ ചക്കര മുത്തേ, നീ നിന്റെ ഏട്ടായി വിട്ട് എങ്ങോട്ടാടി പോയത്? എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ലടി വാവേ. ഐ മിസ് യു പൊന്നെ. ജിതിന്റെ കണ്ണുനീർത്തുള്ളികൾ അവൻ കിടന്നിരുന്ന തലയിണയിൽ നനച്ചുകൊണ്ടിരുന്നു. നീ ഇതെന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ ലോഡ്ജിന്റെ മുമ്പിൽ ഒന്ന് വട്ടം ചുറ്റി നോക്കിക്കൊണ്ട് കാർത്തു ചോദിച്ചു. അവനെ ഇവിടെ വരാന്നാ പറഞ്ഞ്. കാവേരി കാർത്തുവിന് മറുപടി കൊടുത്തു. കാവേരിക്ക് 5 വർഷമായി തുടങ്ങിയ ഒരു ഓൺലൈൻ പ്രണയത്തിന്റെ ഇല്ലാത്ത കഥ പറഞ്ഞാണ് കാർത്തുവിനെ കാവേരി ലോഡ്ജ് വരെ എത്തിച്ചത്. 5 വർഷമായി ഓൺലൈൻ വഴി ഒരാളുമായി പ്രണയബന്ധത്തിലാണെന്നും തന്നെ കാണാൻ അയാൾ വരുന്നുണ്ടെന്നും തങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണിതെന്നും തുടങ്ങി നിരവധി നുണകളാണ് കാർത്തുവിനോട് അവൾ പറഞ്ഞത്. വിശ്വസിക്കാതിരിക്കാൻ തക്ക വിധമുള്ള ഒരു പെരുമാറ്റങ്ങൾ ഇന്നേവരെ കാവേരിയിൽ നിന്നുണ്ടായിട്ടുള്ള കാർത്തുവിന്. അതുകൊണ്ട് തന്നെ കാർത്തു അവളെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാവേരിയുടെ കൂടെ ആ ലോഡ്ജിന്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ കാർത്തുവിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അവിടെ വെച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്ന് മനസ്സവൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ പേടിക്കാതെ കാർത്തു, എന്താ ഇനി മാത്രം പേടിക്കാനുള്ളത്? നമ്മളവനെ ജസ്റ്റ് ഒന്ന് കാണുന്നു, കണ്ട് തിരിച്ചിങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ ലോഡ്ജിന്റെ ഉള്ളിലേക്ക് കയറിയില്ല. നീ പോയി കണ്ടിട്ട് വേഗം വാ. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ എന്തോരം ബീച്ചും മാളുണ്ട്. എന്നിട്ടാവും നിന്നെ ആദ്യത്തെ കൂടിക്കാഴ്ചക്കാരനെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല സൂചനയല്ല. നീ അവനൊന്ന് സൂക്ഷിച്ചു. നീ കൂടെ വാ കാർത്തു, നീ ഇങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് കണ്ടാൽ എങ്ങനെയാ? കാവേരി ഒന്നുകൂടെ നിർബന്ധിച്ചു.
നീ ഇങ്ങനെ ഈ ലോഡ്ജിന് പുറത്തുനിന്ന് വഴിയിലൂടെ പോകുന്ന ആരെങ്കിലും നമ്മൾക്കിടെ തിരിച്ചറിയും. അതിലും ഭേദം നീ എൻ്റെ കൂടെ ഉള്ളിലോട്ട് വാ. നീ പറഞ്ഞ പോലെ മുറിയിലോട്ട് കയറണ്ട. കാവേരി പിന്നെ അവളെ നിർബന്ധിച്ചു. എന്തോ ആ ലോഡ്ജിനുള്ളിലേക്ക് കടന്നപ്പോൾ മുതൽ കാർത്തിന് അവിടെയുള്ളവരുടെ നോട്ടം ഭാവവും ദഹിക്കുന്നില്ല. കാവേരിയുടെ ഒപ്പം അങ്ങോട്ട് വരാൻ തോന്നി നിമിഷത്തെ കാർത്ത് ഉള്ളുകൊണ്ട് ശപിച്ചു. വേണ്ടായിരുന്നു എന്ന് പലവട്ടം അവൾക്ക് തോന്നി. അപ്പോഴേക്കും 34-ാം നമ്പർ റൂമിന് മുന്നിൽ ഇവർ എത്തിയിരുന്നു. നീ പോയി അവനെ കണ്ടിട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. മേ വന്നേക്കണം. 5 മിനിറ്റ് മാത്രമേ ഞാനിവിടെ കാത്തിരിക്കൂ. അത് കഴിഞ്ഞ് ഞാൻ പോവും. നീ വന്നാലും ഇല്ലെങ്കിലും ശരി. കാർത്തു അത്രയും പറഞ്ഞുകൊണ്ട് അല്പം സൈഡിലേക്കായി മാറിയിരുന്നു. കാവേരി ആ വാതിൽ മുട്ടുന്നു. വാതിൽ ആരോ തുറക്കുന്നെല്ലാം കാർത്തു കണ്ടു. പക്ഷെ ആ വാതിൽ തുറന്ന് ആരാണെന്ന് കാർത്തുവിന് കാണാൻ പറ്റില്ലായിരുന്നു. 5 നിമിഷം എന്ന് പറഞ്ഞ് 10 നിമിഷവും 15 നിമിഷവും എല്ലാം കടന്നുപോയി. ഒടുക്കം കാർത്തുവിന് നിന്ന് കാല് കിഴക്കാനും തുടങ്ങി. പക്ഷെ അതിലും കൂടുതൽ അവളെ പേടിപ്പിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുടെ ചുഴിഞ്ഞ നോട്ടമായിരുന്നു. ആദ്യം കാർത്തുവിന് തോന്നി കാവേരി അവിടെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. പിന്നെ കരുതി എങ്ങനെയാ അവളെ ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവുക എന്ന്. കാർത്തു ആ വാതിൽ തുടർച്ചയായി 2-3 തവണ മുട്ടി. തൊട്ടടുത്ത നിമിഷം ആ വാതിൽ തുറന്നു. ഉടനെ കാർത്തുവിനെ ആരൊരാൾ പിടിച്ച് മുറിക്കുള്ളിലേക്ക് വലിച്ചിടുകയും ചെയ്തു. കാർത്തു കമിഴ്ന്ന ആ കട്ടിലേക്ക് വീണു. കാർത്തു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റപ്പോൾ കണ്ടത് കാവേരി പുറത്തിറങ്ങി പോകുന്നതാണ്. ഒരു നിമിഷം കാർത്തുവിനൊന്നും മനസ്സിലായില്ല. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ശരണിനെയും ഡാനിയെയും കണ്ടപ്പോൾ ഏകദേശം താൻ എന്തിനാണ് വന്ന് അകപ്പെട്ടിരിക്കുന്നതെന്നൊരു സത്യം കാർത്തു തിരിച്ചറിഞ്ഞു. കാർത്തു ഉറക്കി അലറി. പക്ഷെ അപ്പോഴേക്കും ശരൺ അവിടെ വായ പൊത്തിപ്പിടിച്ചിരുന്നു. നീ സഹകരിച്ച 1 മണിക്കൂറിനുള്ളിൽ പരിപാടി കഴിയും. അല്ല ശബ്ദം ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ പൊന്നു മോളെ 2-3 ദിവസത്തിന് നീ ഇവിടുന്ന് പോവില്ല. നിന്റെ ചായക്കടക്കാരി ചേച്ചി നിന്നെ തെരഞ്ഞു നടക്കുന്നില്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ശരൺ അവളെ ഭീഷണിപ്പെടുത്തി. ശരണിന്റെ വായിൽ നിന്ന് അങ്ങനെ മൃഗീയ സ്വരം ആദ്യമായിട്ടായിരുന്നു കാർത്തു കേൾക്കുന്നത്. വളരെ സൗമ്യതയോട് സംസാരിക്കുന്ന ശരണിനെ മാത്രമേ അവൾക്ക് കണ്ട് പരിചയമുള്ളൂ. പക്ഷേ അവന് മറ്റൊരു മുഖം കൂടെ ഉണ്ടെന്ന് കാർത്തു തിരിച്ചറിഞ്ഞു. തന്റെ പിന്നാരാവൻ നടന്ന മുഴുവൻ ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടായിരുന്നു എന്ന് അവൾ ഊഹിച്ചെടുത്തു. ശരൺ പ്ലീസ് എന്നൊന്നും ചെയ്ത് എനിക്ക് പോണം. കാർത്തു ആദ്യമായി ഒരാളോട് ദയനീയ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അയ്യോ പൊന്നുവാണ്, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോടി? ശരൺ അവളെ പരിഹസിച്ചു. സാധാരണ ചീറ്റപ്പുലെ പോലെ ചീറി കടിക്കാൻ വരുന്നവളാണല്ലോ നീ. ഇന്ന് നീ ഇങ്ങനെ മാൻകിടാവിനെ പോലെ നിന്ന് കെഞ്ചുന്ന കാണാൻ തന്നെ ഒരു ചെയ്യലുണ്ട്. വികൃതമായിരുന്നു അവന്റെ മുഖം. ആ കണ്ണുകളാകെ ചുവന്ന് കറങ്ങിയിരുന്നു. ഇരുവരിൽ നിന്ന് എന്തൊക്കെയോ രൂക്ഷഗന്ധം വമിക്കുന്ന പോലെ കാർത്തുവിന് തോന്നി. കാർത്തു ഒരിക്കൽ കൂടെ ഉറക്കി അലറാൻ ശ്രമിച്ചപ്പോഴേക്കും അവളുടെ വായ മുറുകെ പൊത്തിയിരുന്നു ശരൺ. ഒപ്പം ഡാനി അവിടെ കൈയും കാലും കൂടെ കൂട്ടിക്കെട്ടി. കയ്യിലിരുന്ന് ഒഴിഞ്ഞ സിറിഞ്ചിലേക്ക് അവൻ മരുന്നിറക്കാൻ തുടങ്ങി. ഇന്നേരം അത്രയും ചെറിയൊരു വെപ്രാളത്തോടെയായിരുന്നു കാവേരി മുറിക്ക് പുറത്ത് കാവൽ നിന്നിരുന്നത്. യുമാരിതൊരു ഈച്ച പോലും അറിയാ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാർത്തുവിന് കാറിക്കരച്ചിൽ ഇവിടെ വരെ കേൾക്കുന്നുണ്ടല്ലോ. കാവേരി വെപ്രാളത്തോടെ മനസ്സിൽ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.